ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ ചർച്ചയായ ഒരു ചലച്ചിത്രമാണ് എമ്പുരാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളുമായിട്ട് ഒരർത്ഥത്തിൽ ചേരുന്ന കാര്യമല്ല എമ്പുരാൻ. അതങ്ങനെ പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ എമ്പുരാൻ എന്ന് പറയുന്ന ആ വാക്കില്ലേ, എമ്പുരാൻ, ഞാൻ അതിന്റെ അർത്ഥം നോക്കി. വീണുപോയ മാലാഖ എന്നാണ്. ആരാണ് വീണുപോയ മാലാഖ? ആരാണ് വീണുപോയ മാലാഖ? കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞിട്ട് ആരാടാ വീണുപോയ മാലാഖ? ലൂസിഫർ. അത് തന്നെയാണ് സാധനം, അത് തന്നെയാണ് സാധനം. വീണുപോയ മാലാഖ, പ്രഭു. ഈ എഫേസ്യ ലേഖനം 2-ാമത്തെ വാക്യത്തിൽ ആകാശത്തിന്റെ പ്രഭു എന്ന് പറയുന്നുണ്ടല്ലോ, ആകാശത്തിന്റെ അധികാരി, പ്രിൻസ് ഓഫ് ദി എയർ. ആകാശത്തിന്റെ ആ അധികാരി, ആ പ്രിൻസ് എന്ന് പറയുന്നത് അതാണ് പ്രഭു. ആർക്കോസ് എന്ന പദം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ. 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഒരുവനായ പൃഥ്വിരാജ്, സിനിമാ നടനാണ്, അയാളുടെ ഫേസ്ബുക്കിൽ അയാൾ പങ്കുവെച്ച ഒരു വാക്കുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ വാക്യമാണ്. അതിനെ വികലമാക്കി പൃഥ്വിരാജ്. ആ പോസ്റ്റ് എൻ്റെ ഉള്ളത്. അയാൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അന്തിമമായ ഒരു നാമം ഉണ്ടായിരുന്നു, ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു, ആ നാമം ലൂസിഫർ തന്നെയായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ വളരെ നിഷ്കർഷയായിട്ട് പറയും, ഒരു ബൈബിൾ പ്രഭാഷകൻ എന്നുള്ള നിലയിൽ പറയുകയാണ്, നിങ്ങൾ അതിനകത്ത് പങ്കാളികളാകരുത്. അതിലെ പാട്ടുപാടി സിനിമയ്ക്ക് പണം കൊടുത്ത് അത് പോയിരുന്ന് കണ്ടിട്ട് ആ പകർച്ചയുമായിട്ട് നിങ്ങൾ തിരിച്ചു വരരുത്. പിശാചിനെ വാഴ്ത്തിപ്പാടുന്ന ഒന്നിനകത്ത് നമുക്ക് പങ്കാളിത്തമില്ല. ഇത് ചതിയാണ്, ഇത് വഞ്ചനയാണ്. ഈ ശ്രവ്യ മാധ്യമങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ സിനിമകളല്ലായിരുന്നോ ഏറ്റവും അധികം കേരളക്കരയിൽ ക്രൂരകൃത്യങ്ങൾ നടത്തുവാൻ പ്രേരിപ്പിച്ചത്? ഒരു കൊലപാതക രീതി തന്നെയുണ്ട്, ദൃശ്യം മോഡൽ കൊലപാതകം. കേരളത്തിൽ തന്നെ എത്ര കേസുകൾ അതിന്റെ പേരിലുണ്ടായി. ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന് കുഴിച്ചിടുക, എന്നിട്ട് അതിന്റെ മീതെ ഒരു നായയെ കൊന്നിടുക. ദൃശ്യം മോഡൽ കൊലപാതകം, വയലൻസും ഇതുപോലെയൊക്കെയുള്ള സകല നീതിയെയും അവഹേളിച്ചുകൊണ്ട്, സകല മാനുഷിക മൂല്യങ്ങളെയും തട്ടിത്തകർത്തുകൊണ്ട്, തിന്മയുടെ ശക്തിയെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന, വഞ്ചിക്കുന്ന, ചതിക്കുന്ന വ്യാപാരങ്ങൾ അത് ഈ കാലഘട്ടത്തിൽ വളരെ സജീവമാണ്.